ഖുർആനിൽ ഹദീദ് ഇരുമ്പ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അൻസൽ ഹദീദ ഇരുമ്പിനെ ഇറക്കി എന്നാണ് അള്ളാഹു പറയുന്നത്. പുറത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്ത ഒന്നായിട്ടാണ് അള്ളാഹു ഖുർആനിൽ അയണിനെ പരിചയപ്പെടുത്തുന്നത്. മോഡേൺ ആസ്ട്രോഫിസിക്കൽ ഡിസ്കവറീസ് അനുസരിച്ച് അയൺ ഉണ്ടാകുന്നത് ഒരു ജയന്റ് സ്റ്റാറിലുള്ള സൂപ്പർനോവ എക്സ്പ്ലോഷൻ വഴിയാണ്. അതായത് അയൺ ഉണ്ടാവാൻ 100 മില്യൺ ഡിഗ്രി ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. ഒരു എക്സ്പ്ലോഷനിലൂടെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഭൂമിയിലേക്ക് അത് ഇറക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ പ്രവാചകൻ ഈ ഒരു കാര്യം അൽ ഹദീദ് എന്ന് പറയുന്ന സൂറത്തിലൂടെ ജനങ്ങൾ കൂടിക്കൊടുക്കുകയാണ്. 114 സൂറത്തുകളുള്ള ഖുർആനിൽ 57ാമത്തെ, അതായത് ഏറ്റവും നടുവിലുള്ള സൂറത്താണ് ഹദീദ്. ഭൂമിയുടെ ഇന്നർ കോറിലാണ് അയൺ ഉള്ളത്. അതായത് ഭൂമി ഒരു ഗോളമായിട്ട് സങ്കല്പിച്ച് അതിൻ്റെ സെൻട്രോയിഡ്. അറബിക് ന്യൂമറോളജിക്കൽ വാല്യൂ അൽ ഹദീദ് 26 ആണ്. ബിസ്മി അടക്കം 26ാമത്തെ ആയത്തിലാണ് അൽ ഹദീദ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഇരുമ്പിൻ്റെ ആറ്റോമിക് നമ്പർ 26. ചാപ്റ്റർ 57ാമത്തെ ചാപ്റ്ററാണ്. അയണിൻ്റെ മോസ്റ്റ് സ്യൂട്ടബിൾ ഐസോട്ടോപ്പിൻ്റെ ആറ്റോമിക് മാസ് നമ്പർ 57. ഭൂമിയുടെ സർഫസിൽ നിന്ന് 5100 കിലോമീറ്റർ ദൂരെയായിട്ടാണ് അയൺ സ്ഥിതി ചെയ്യുന്ന കോർ ഉള്ളത്. ഖുർആൻ്റെ ബിഗിനിങ് മുതൽ ഹദീദ് എന്ന് ആദ്യം ഉപയോഗിക്കുന്ന വേർഡ് വരെ 5100 വേർഡുകൾ കഴിഞ്ഞിട്ടാണുള്ളത്. ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ ഇതേ അധ്യായത്തിൽ നമുക്ക് ഇനിയും കണ്ടെത്താൻ പറ്റും. അസ്സലാമു അലൈക്കും.